നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹികൾ തമ്മിലുള്ള തർക്കം കൂടുതൽ കുഴയുന്നു. നടി അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിന്റെ മൊഴി കടവന്ത്ര പോലീസ് രേഖപ്പെടുത്തി. ടിനി ടോം തനിക്കെതിരെ വർഗീയ അധിക്ഷേപം നടത്തിയെന്നും ജിഹാദി എന്ന് വിളിച്ചുവെന്നുമാണ് അൻസിബയുടെ പരാതി. എന്നാൽ അൻസിബയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് പരാതി നൽകിയതെന്നും ടിനി ടോം മൊഴി നൽകി. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. സ്റ്റേജ് ഷോയ്ക്കിടെ താനും നീന കുറുപ്പും തമ്മിൽ തർക്കങ്ങളുണ്ടായി. അതിനു പിന്നാലെയാണ് അൻസിബ പരാതിയുമായി വരുന്നത്. ഇത് വ്യക്തിവൈരാഗ്യം മൂലമാണെന്നും മൊഴിയിൽ പറയുന്നു. അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ മൊഴിയും കടവന്ത്ര പോലീസ് എടുത്തു. ടിനി ടോം വർഗീയ അധിക്ഷേപം നടത്തിയതിനെക്കുറിച്ചോ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചെന്ന് ടിനി ടോം പറഞ്ഞതിനെക്കുറിച്ചോ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ശ്വേതയുടെ മൊഴി. നീന കുറുപ്പിന്റെയും അൻസിബയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചെന്ന് ആരോപിക്കപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതേസമയം ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ നൽകിയ പരാതി കഴമ്പില്ല എന്നായിരുന്നു തൃക്കാക്കര പോലീസിന്റെ റിപ്പോർട്ട്. രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ജൂൺ 22 വരെയാണ് നിയന്ത്രണം. ചോദ്യപേപ്പർ ചോർച്ച തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. മെസ്സേജ് എഡിറ്റ് ഫീച്ചർ ജൂൺ 30 വരെ ഇന്ത്യയിൽ പ്രവർത്തനരഹിതമാക്കി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. NEET പേപ്പർ ലീക്ക് എന്ന പേരിൽ പ്രവർത്തിച്ച നിരവധി ചാനലുകൾ അടച്ചുപൂട്ടി. മാസപ്പടി കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായി CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്തയും മകൻ ശരൺ എസ് കർത്തയും. കൊച്ചിയിലെ ED ഓഫീസിൽ ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. CMRLന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് ജയ എസ് കർത്തയും ശരൺ എസ് കർത്തയും. CMRLുമായി ബന്ധമുള്ള നിപുണ ഇന്റർനാഷണൽസ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ശരൺ. ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ ED തിങ്കളാഴ്ച ചോദ്യം ചെയ്തിരുന്നു. CMRL ഡയറക്ടറാണ് ഷിബി എസ് കർത്ത. നിപുണ ഇന്റർനാഷണൽസിന്റെ പ്രധാന ചുമതല വഹിക്കുന്നത് ഷിബി എസ് കർത്തയാണ്. പശ്ചിമ ബംഗാളിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊലപാതകത്തിനിരയായ വ്യക്തിയെ തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ടത് മലയാളിയായ സന്ദീപ് നായർ ആണെന്ന രീതിയിൽ ആദ്യം വ്യാപകമായ പ്രചാരണം ഉണ്ടായിരുന്നുവെങ്കിലും ഇയാൾ മംഗളൂരു സ്വദേശി സന്ദീപ് നായിക്കാണെന്ന് കണ്ടെത്തി. ബംഗാൾ പോലീസ് മംഗളൂരു പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച സൗത്ത് 24 പർഗാനസ് ജില്ലയിലെ കുൽത്തലിയിൽ സന്ദീപ് നായിക്കിനെ മോഷ്ടാവെന്നാരോപിച്ച് ആൾക്കൂട്ടം കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് മുൻ മന്ത്രി P. രാജീവ്. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചത്. വർഗ ബഹുജന സംഘടനകൾ സ്വതന്ത്രപരമായിരിക്കണം എന്നത് രേഖകളിൽ മാത്രം വിശ്രമിക്കുന്നുവെന്ന് രാജീവ് പറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ അൺഡു ചെയ്യാൻ പറ്റില്ല. ഭാവിയിൽ ഇതിൽ നിന്ന് പാഠം പഠിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടി സ്വീകരിക്കണമായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളല്ല നോക്കേണ്ടിയിരുന്നതെന്നും വിലയിരുത്തലുണ്ടായെന്ന് രാജീവ് കൂട്ടിച്ചേർത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. ശശിയുടെ വക്കീൽ നോട്ടീസ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അന്തകൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി നിയന്ത്രിച്ച ഓഫീസാണെന്ന് വെള്ളാപ്പള്ളി ഒരു ചാനൽ അഭിമുഖത്തിൽ വിമർശിച്ചിരുന്നു. വ്യാജ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ മുൻ നിലമ്പൂർ MLA PV അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെയും P. ശശി മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നു. US ഇറാൻ ഡിജിറ്റൽ സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. കരാർ വിവരങ്ങൾ അതീവ രഹസ്യമായാണ് ഇരു രാജ്യങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ജനീവയിൽ വെള്ളിയാഴ്ച അമേരിക്കയും ഇറാനും കരാറിൽ ഔദ്യോഗികമായി നേരിട്ട് ഒപ്പുവെക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതുവരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. എന്നാൽ അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കൽ, സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടങ്ങളായി പിൻവലിക്കുന്ന രീതി തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതുവരെ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്നാണ് വിവരം. അമേരിക്കയിൽ ബോംബർ വിമാനം തകർന്ന് 8 പേർ മരിച്ചു. തിങ്കളാഴ്ച കാലിഫോർണിയയിലാണ് B-52 ബോംബർ വിമാനം അപകടത്തിൽപ്പെട്ടത്. കാലിഫോർണിയയിലെ എഡ്വേർഡ്സ് വ്യോമസേനാ താവളത്തിൽ നിന്ന് പറന്നുയർന്ന സ്ട്രാറ്റജിക് ബോംബർ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ സബ്സോണിക് ശേഷിയുള്ള B-52 സ്ട്രാറ്റോഫോർട്രസ് ബോംബർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഫ്രാൻസിലെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച വൈകുന്നേരം 6:30 കൂടിക്കാഴ്ച. തർക്ക വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിലും മോദിയും ട്രംപും ചർച്ച നടത്തിയേക്കും. വിവിധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അകൽച്ച നിലനിൽക്കെയാണ് മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച. നടൻ ഷെയ്ൻ നിഗം നായകനായ ദൃഢം, ഭൂതകാലം എന്നീ ചിത്രങ്ങൾക്കെതിരെ കഥാമോഷണ ആരോപണവുമായി മുൻ DGP R. ശ്രീലേഖ. വർഷങ്ങൾക്ക് മുൻപ് താൻ എഴുതിയ ചെറുകഥയാണ് ദൃഢത്തിന്റെ മൂലകഥയെന്നും യൂട്യൂബ് ചാനലിൽ പറഞ്ഞ അനുഭവക്കുറിപ്പാണ് ഭൂതകാലം എന്ന പേരിൽ സിനിമയാക്കിയതെന്നും ശ്രീലേഖ ആരോപിച്ചു. ലോകകപ്പ് ഗ്രൂപ്പ് G പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇറാന് ആവേശ സമനില. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി.
2 തവണ ലീഡെടുത്ത ന്യൂസിലൻഡിനെ ഇറാൻ കനത്ത പ്രത്യാക്രമണത്തിനൊടുവിൽ സമനിലയിൽ കുടുക്കുകയായിരുന്നു. ന്യൂസിലൻഡിനായി എലിജ ജസ്റ്റ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ റാമിൻ റസായൻ, മുഹമ്മദ് മൊഹേബി എന്നിവരാണ് ഇറാന് വേണ്ടി ഗോളുകൾ മടക്കിയത്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ഉറുഗ്വയെ 1-1 സമനിലയിൽ തളച്ച സൗദി അറേബ്യ. ആദ്യ പകുതിയിൽ ഉറുഗ്വെ തികഞ്ഞ മേധാവിത്വം പുലർത്തിയെങ്കിലും 41-ാം മിനിറ്റിൽ ഗോൾ നേടി സൗദി അറേബ്യയാണ് ആദ്യം മുന്നിലെത്തിയത്. എന്നാൽ രണ്ടാം പകുതിയിൽ ആക്രമണം ശക്തമാക്കിയ ഉറുഗ്വെ മറുപടി ഗോൾ കണ്ടെത്തിയതോടെ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.